ഹലോ ഗായ്സ്, അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനും തുന്തേച്ചിയും കൂടിയിട്ട് കോഴിക്കോട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ മുള്ളൂർക്കരയിൽ നിന്ന് ഷൊർണൂർക്ക് ബസ്സിൽ പോയിട്ട് അവിടെ നിന്നാണ് ട്രെയിൻ കയറുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിതാ നടക്കുകയാണ്, ബസ് കയറാൻ വേണ്ടി നടക്കുകയാണ്. പുതിയ ഡ്രസ്സാണ്. അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ നീച്ചു കേട്ടോ. നേരത്തെ നീച്ചിട്ട് ഇവളെ കുത്തി നീപ്പിക്കാൻ നോക്കി. ഇവളാകെ ഉറക്കാൻ പറ്റി, അതൊക്കെയാണ് സ്വാഭാവികം. അപ്പോൾ ഇതിനെ നീപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു നീക്കി കോഴിക്കോട് പോകാൻ പറഞ്ഞു. ഇവള് തലേദിവസമൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല, നമ്മൾ തലേദിവസമൊന്നും പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ഇന്നലെ രാത്രി 11:30 പ്ലാനിങ് ആയി കോഴിക്കോട് പോവാ അങ്ങനെ തീരുമാനമാക്കി. അതിനായിട്ട് ഇവള് അപ്പത്തന്നെ ഉറങ്ങി. ഞാൻ ഇന്നലെ കടന്നുറങ്ങുമ്പോൾ 2 മണിയായി. 2 മണി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഫോണെല്ലാം അടിച്ചപ്പോൾ 5 മണിക്ക് നീച്ചിട്ട് ഫോൺ കുത്തിയിട്ടു, റെഡാക്കിണ്ടായി. എന്നിട്ട് ഒരു 6:30 ആകുമ്പോൾ ആലോചിച്ചു വീണ്ടും ഞാൻ പെട്ടെന്ന് ചാടി നീച്ചിട്ട് ആദ്യം ഇവളെ വിളിച്ചു, എടി നീക്കി നമുക്ക് കോഴിക്കോട് പോകണം. ഇവളാകെ അന്തം വിട്ടവനൊക്കെ ആയിരുന്നു അല്ലേ. ഞങ്ങളിപ്പോൾ നടക്കാൻ മുള്ളവർക്ക് എത്താറായിട്ടോ. നമുക്ക് കുറച്ചും കൂടി നടക്കാൻ കുറച്ചധികം ദൂരമുണ്ട്. ഇവിടെ ഇപ്പോൾ മുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷൻ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 7:35 ട്രെയിൻ. ബസ് ഇപ്പം ഉണ്ടാവും. അപ്പം ഞങ്ങൾ മുള്ളവർക്കര എത്തി റെയിൽവേ സ്റ്റേഷൻ നടക്കാറായി. പിന്നെ അത് ടൗണാണ്, അതുകൊണ്ട് അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടിയാണ് നടക്കാനുള്ളത് കേട്ടോ. അത്ര ദൂരം നടക്കാണ്ട്, പിന്നെ കുറച്ചും കൂടി നടക്കാണ്ട്. അവിടെ നിന്നാണ് ബസ് കിട്ടുക. നമ്മൾ റോഡ് ക്രോസ് ചെയ്യണ്ട, അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ നമ്മൾ നിൽക്കണം. ഓക്കെ, കുറച്ചുകൂടി നടക്കാറുണ്ട്. ഇവിടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്, പൊടിയുണ്ട്. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പലം കാണാം. അവിടെ നിന്ന് നോക്കിയൊരു അമ്പലം കാണാം. കാണുന്നുണ്ടോയെന്നറിയില്ല, അവിടെ ഒരു അമ്പലം കാണാം. മുള്ളൂർക്കര ഗൈസ്, മുള്ളൂർക്കര സ്ഥലത്തെത്തിട്ടോ. മുള്ളൂർക്കര എത്തിയിട്ടുണ്ട്. മുള്ളൂർക്കര അല്ലെങ്കിൽ ഞാൻ ഛർദിച്ച് കൊളാക്കും. നമ്മളിപ്പോൾ ഷൊർണൂരിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഷൊർണൂരെത്തി. ഹായ് ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ടിക്കറ്റ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ കോഴിക്കോട് എത്തി. ഫുഡ് കഴിക്കാൻ കണ്ടു. ജ്യൂസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരാട്ടോ. കഴിഞ്ഞിട്ട് മിഠായി രാവിലെ വന്നതാ.
കാല് വെക്കട്ടോ നിക്ക്. ഗായ്സ് അപ്പം ഞങ്ങൾ ആകെ ആകെ വയ്യാതെ നല്ല വണ്ടി കിടക്കണ്ടേ നോക്കി നോക്ക് നീ വയ്യ. ഗൈസ് അപ്പം ഞങ്ങൾ റിട്ടേൺ പോവാളയപ്പാടാണ്. ഞങ്ങൾക്ക് 1:45 പതിര് പോവാൻ ഗൈസ്. അപ്പം ഞങ്ങൾ കോഴിക്കോട്ടിൽ നിന്ന് വന്നു. ഇതപ്പം വേരുന്ന വഴി കേട്ടോ. കണ്ടോ രാവിലത്തെ കൊണ്ടുപോയ സാധനം കണ്ട് റിട്ടേൺ വന്നു. വയ്യ കഴിക്കാൻ വൈകിയ ക്ഷീണം ഉറക്കം വൈകിയ. അമ്മൂമ്മയുടെ വീട്ടിൽ പോകണം. അടിപൊളിയാണ് ഞങ്ങൾ. അതെ വയ്യെങ്കിൽ വീഡിയോ എടുക്കില്ല. മതി ഞങ്ങൾ വീഡിയോ ഇടാൻ നോക്കും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതെ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾക്കൊരു ഇതുള്ളൂ. നിങ്ങൾ അതുകൂടി ചെയ്യാതെ ഇരുന്നാൽ ഞങ്ങൾ ആകെ ഇതാവും, തളരും. പക്ഷെ എന്നാലും വീണാലും തളരരുതെന്നാണ് ഞങ്ങൾ. അല്ലേ അമ്മൂട്ടി? അമ്മ അങ്ങനെ തളരുമോ? തളരാൻ പാടില്ല നമ്മൾ ഒരിക്കലും. നമ്മൾക്ക് എന്തെങ്കിലും അത്ര പറ്റില്ലെങ്കിലും നമുക്കത് നടത്തും എന്ന് കാണിച്ച് കൊടുക്കുക. പേമതി പറയാ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.